ലൈഫിൽ എല്ലാം തകർന്നവനായി ഒരു സാധാരണ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നേ. എൻ്റെ പപ്പ ഒരു പള്ളിയിലെ ഫാദറാണ്. ശരിക്കും പട്ടിണിയിലാണോ ജീവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തും പട്ടിണിയിലാണ് ജീവിച്ചത്. എനിക്കൊരു ചേട്ടനുണ്ട്. ഞാൻ ജനിച്ചു വളർന്നത് മലബാറിലാണ്. മലപ്പുറം കേട്ടിട്ടുണ്ടോ? മലപ്പുറത്ത് ജനിച്ചു വളർന്നത്. പപ്പ പാസ്റ്റർ ആയതുകൊണ്ട് കേരളത്തിലെ 14 ജില്ലകളിൽ താമസിച്ചിട്ടുണ്ട്. ട്രാൻസ്ഫറായി 44 വാടക വീടുകൾ മാറി താമസിച്ചിട്ടുണ്ട്. എൻ്റെ പപ്പയ്ക്ക് വലിയ ചർച്ച ഒന്നുമില്ല, ചെറിയൊരു ചർച്ചയായിരുന്നു. 10-15 വിശ്വാസികൾ മാത്രമുള്ള ഒരു കുഞ്ഞു ചർച്ച. ജനിച്ച ഓർമ്മ വെച്ച അറിവുള്ള സമയം മുതൽ പട്ടിണിയും പ്രയാസങ്ങളും എപ്പോഴും ഇത് കണ്ടിന്യൂസ് ജീവിതത്തിൽ വരുമ്പോൾ അറിയാതെ ഉള്ളിനുള്ളിൽ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങി, ശരിക്കും ദൈവമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം നല്ല എഡ്യൂക്കേറ്റഡ് ആണ്. അവർ സ്കൂളിൽ വരുമ്പോൾ നന്നായിട്ട് ഡ്രസ്സ് അവർ ധരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു. പല സമയങ്ങളിൽ ഉച്ചയ്ക്ക് എനിക്ക് ചേട്ടനും ടിഫിൻ ബോക്സ് തുറക്കുമ്പോൾ ഇന്നലത്തെ മിനിഞ്ഞാത്ത കൂട്ടൊക്കെ ആയിരിക്കും. കാരണം അന്ന് കഴിക്കാനൊന്നും ഉണ്ടാകത്തില്ല. പുള്ളിനുള്ളിൽ വലിയൊരു ചോദ്യമായി ജീവിതത്തിൽ വളർന്നു വന്നു, ദൈവമുണ്ടോ എന്നൊക്കെ. അങ്ങനെ കാസർഗോഡ് നിന്ന് ട്രാൻസ്ഫർ ആയി ട്രിവാൻഡ്രത്തേക്ക് വരുവാണ്. ട്രിവാൻഡ്രത്ത് വന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സിറ്റി 2 നില ബസ്സെല്ലാം കാണുന്നത്. കാട്ടി ജീവിച്ച് എനിക്ക് സിറ്റി കാണുമ്പോൾ അത്ഭുതം തോന്നത്തില്ല. നിങ്ങളെല്ലാം ട്രിവാൻഡ്രം സിറ്റിയും കന്യാകുമാരിയൊക്കെ കാണുന്ന ആളുകൾക്കായതുകൊണ്ട് അതുകൊണ്ട് ഒരു പുതുമയില്ല. എന്നെ സംബന്ധിച്ചോളം കാസർഗോഡ് നിന്ന് വന്നപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു ട്രിവാൻഡ്രം. എൻ്റെ +2 പഠനം പൂർത്തീകരിച്ച് പ്രധാന കോഴ്സിലേക്ക് കയറാൻ വേണ്ടി പപ്പയോട് ചോദിച്ചു, പപ്പ എനിക്കിങ്ങനെ ഒരു കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിക്കാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം സാമ്പത്തികമായിട്ട് ഒത്തിരി താഴ്ന്ന ലെവലിലാണ് ഞങ്ങളുടെ ജീവിതശൈലി. പപ്പയോട് ചോദിക്കുന്നത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് പപ്പയ്ക്ക്. പക്ഷേ അറിയാതിരിക്കാൻ പറ്റത്തില്ല. ചോദിച്ചു പോയി, പപ്പ എനിക്ക് പഠിക്കാൻ വലുതായിട്ടൊന്നും അറിയത്തില്ല, പക്ഷേ എനിക്ക് അത്യാവശ്യമായി ഡ്രോയിങ് ചെയ്യാൻ അറിയാം. ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിൽ എൻ്റെ +2 പഠനം പൂർത്തീകരിക്കുന്നതിന് മുന്നേ ആയിട്ട് കാനായി കുഞ്ഞിരാമൻ MA ബേബി മലയാളത്തിൽ നമ്മുടെ കേരള മിനിസ്റ്റേഴ്സിന് ഒത്തിരി അവാർഡുകൾ നേടുവാൻ കലാപരമായിട്ട് ഡ്രോയിങ്സിൽ നേടുവാൻ അവസരം ഒരുക്കി. അപ്പോൾ അതിൻ്റെ ബേസിൽ ഒരു കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചു. ആ കോളേജിന്റെ വലിപ്പം എല്ലാം കണ്ടപ്പോൾ ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്കിത് പഠിക്കാൻ പറ്റുമോ? വലിയ ആഗ്രഹമാണ്. എല്ലാ അപ്പന്മാരും ആഗ്രഹിക്കുന്നത് പോലെ, എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ അപ്പയ്ക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിപ്പിക്കണം എന്നൊക്കെ. പക്ഷേ പപ്പയുടെ പോക്കറ്റിൽ പൈസ ഇല്ലായിരുന്നു, ക്യാഷ് ഇല്ലായിരുന്നു. കോളേജിൽ പഠനം ആരംഭിച്ചു. ചില മാസങ്ങൾ കോളേജിൽ പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. കുറച്ച് മാസങ്ങൾ, 2 വർഷത്തെ കോഴ്സാ. 3 മാസം കഷ്ടിച്ചു പഠിച്ചു. 3-ാമത്തെ മാസമായപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന സാർ എന്നോടൊന്ന് പറഞ്ഞു, ജോയൽ ഫീസ് അടയ്ക്കാതെ ക്ലാസ്സിൽ പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒത്തിരി വേദന തോന്നി. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും ഞാൻ സ്വപ്നം കണ്ട ഒരു ഡ്രീമായിരുന്നു. എൻ്റെ ഡ്രീം എന്ന് വേണേൽ പറയാം ആ ഒരു കോഴ്സ്. പക്ഷേ പഠിക്കാൻ നിർവാഹമില്ലാതെ കോളേജിന്റെ പടികൾ ഞാൻ ചവിട്ടി ഇറങ്ങുമ്പോൾ അറിയാതെ ഒന്നുകൂടെ ഞാൻ ചോദിച്ചു, ദൈവം ഉണ്ടോ എന്ന്. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരുമോ? ദൈവം ഉണ്ടായിരുന്നെങ്കിൽ 500,000 കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയുണ്ടാകുമോ? പ്രിയരെ, ഒരു കാര്യം ഞാൻ പ്രാരംഭത്തിൽ പറയാം. കർത്താവിന് ഒരുവനെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, കർത്താവിന് ഒരുവനെ കുറിച്ച് പ്ലാൻ ഉണ്ടെങ്കിൽ അവന് ചില മേഖലകളിലൂടെ എല്ലാം കർത്താവ് നടത്തും. ദൈവത്തിന് വേണ്ടെന്നല്ല അവനെ. കർത്താവിന് ആവശ്യമുണ്ട്. അവൻ ഉലകം ചുറ്റിയാലും അവനെ മടക്കിക്കൊണ്ടിരുന്നൊരു സ്വർഗമുണ്ട്. കോളേജിൽ ഇറക്കി വിട്ടു. പിന്നെ ഒറ്റ സാധ്യതയുള്ളൂ, കൂടെ പഠിക്കുന്ന സുഹൃത്തുക്കളെ വിശ്വസിക്കാം. അവരെന്നോട് പറഞ്ഞു, ജോയൽ നീ നല്ല ടാലന്റഡ് ആണ്, നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്, നമുക്ക് ഒരുമിച്ച് നിന്ന് കുറച്ച് വർക്കൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ വാക്ക് കേട്ട് സത്യം പറഞ്ഞ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങാൻ തുടങ്ങി. എനിക്ക് പപ്പയും മമ്മിയും പിന്നെ അങ്ങ് വല്ലാത്തൊരു വെറുപ്പും ബുദ്ധിമുട്ടുമായി. കാരണം ഒരു കോളേജിൽ പഠിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രധാന എഡ്യൂക്കേറ്റഡ് ഒരു ടൈമിൽ, എഡ്യൂക്കേഷൻ ചെയ്യുന്ന ടൈമിൽ കോളേജിൽ നിന്ന് ഇറങ്ങി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, വേദന അനുഭവങ്ങൾ ഉണ്ടാവും. പല കുഞ്ഞുങ്ങളും ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യും, ആത്മഹത്യ ചെയ്യും, തകർന്നു പോകും. പക്ഷേ ഞാൻ സുഹൃത്തുക്കളുടെ വാക്കുകൾ അമിതമായി വിശ്വസിച്ചു. വീട് വിട്ടിറങ്ങി. നീണ്ട 1.5 വർഷം പപ്പയും മമ്മിയായിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു. സഹോദരിമാരും ഒത്തിരി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒത്തിരി കുഞ്ഞുങ്ങളിവിടെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനമാകും. നിങ്ങൾക്ക് ഒത്തിരി യേശുവിനെ അനുഭവിക്കുവാൻ കഴിയും. അവരെ വാക്ക് കേട്ട് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി വീട് വിട്ട് മറ്റൊരു റൂമിൽ താമസം ആരംഭിച്ചു. നീണ്ട 1.5 വർഷത്തിന് ശേഷം എൻ്റെ പപ്പ എന്നെ കാണുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. കാരണം കഞ്ചാവിനും മയക്കുമരുന്നിനെല്ലാം അടിമയായി, സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി, സുഹൃത്തുക്കൾ തരാമെന്ന് പറഞ്ഞ പണത്തിൽ വിധേയനായി
ലോകത്തിലെ മാരകമായ അമിതമായ മയക്കുമരുന്നുകൾക്ക് അടിമയായി ലൈഫിൽ ഇനി ഒരു സാധ്യതയും ഇല്ല എന്നൊരു നിലവാരത്തിലേക്ക് എൻ്റെ ലൈഫ് എത്തിപ്പെട്ടു. സമയത്തിന്റെ പരിമിതി കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയുന്നത്. അവസാനം എന്നെ പബ്ലിക്കിൽ നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, എൻ്റെ കൈയും കാലും എല്ലാം ഞാൻ തന്നെ മുറിക്കാൻ തുടങ്ങി. ഭയങ്കര അക്രമമായിട്ടൊരു സംഭവം. ഞാനിങ്ങനെ പറയാറുണ്ട്, ഒരു 40-50 വയസ്സുകാരൻ ഉപയോഗിക്കേണ്ട ലഹരി പദാർത്ഥങ്ങൾ 18-17 വയസ്സ് പ്രായത്തിൽ ഞാൻ ഉപയോഗിച്ചു. അവസാനം എന്നെ പബ്ലിക്കിൽ ഇറക്കാൻ പറ്റാതെ ഏകദേശം 3 മാസം സൈക്കാട്രിക് ട്രീറ്റ്മെന്റിന് വേണ്ടി ഒരു രഹസ്യ മുറിക്കകത്ത് എന്നെ ട്രീറ്റ്മെന്റിന് വേണ്ടി വിധിക്കപ്പെട്ടു. നിങ്ങൾ ഓർക്കണം, അങ്ങനെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി വിധിക്കപ്പെടുമ്പോഴുള്ള എൻ്റെ അവസ്ഥ എത്രമാത്രം വരുന്നത്. ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനിലേക്ക് എൻ്റെ ലൈഫ് മാറി. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും അവസാനം മരണം മാത്രമായിരുന്നു. കാരണം ഞാനൊരു മാരകമായ മയക്കുമരുന്ന് അടിമയാണെന്ന് എൻ്റെ സുഹൃത്തുക്കൾ തിരിച്ചറിഞ്ഞപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ചു, അവരെന്നെ തള്ളിക്കളഞ്ഞു. അവസാനം ഒരു മുറിക്കകത്ത് ആരുമില്ലാത്തവനായി, ഒന്നിനും കൊള്ളാത്തവനായി, തകർന്നവനായി ഇരുന്ന സ്ഥലത്ത് എന്നെ ട്രീറ്റ്മെന്റ് കൊണ്ടുപോയി വരുന്ന എൻ്റെ പപ്പയായിരുന്നു. എൻ്റെ പപ്പ എന്നോടൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ലായിരുന്നു, മോനെ നീ എന്താ അങ്ങനെ ചെയ്ത്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, ആരും അറിയാതെ ഒരു മുറിക്കകത്ത് എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പപ്പയെ. ഞാനൊരു കാര്യത്തിനോട് പറയാം, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി തീരത്തില്ല. ആ പ്രാർത്ഥന കേൾക്കുന്ന ഒരു സ്വർഗമുണ്ട്. എല്ലാം തകർന്നവനായി ഇരുന്നിറഞ്ഞ മുറിയിൽ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, കുടുംബക്കാരായാലും സഹോദരങ്ങളാലും സുഹൃത്തുക്കളാലും വേദനിക്കപ്പെട്ട്, ശാപമെന്ന് തലവേദനയെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പറയും, ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വീണേ. നിങ്ങളെക്കാളും ചിലപ്പോൾ ഒരു പാസ്റ്ററിന്റെ മോൻ എന്ന രീതിയിൽ നന്നായിട്ട് ഞാൻ പാട്ട് പാടുമായിരിക്കും, നന്നായിട്ട് കൈയടിക്കും. ചിലപ്പോൾ പപ്പയും മമ്മിയും പറയുന്ന അന്യഭാഷ ബുദ്ധി കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ പറയാൻ എനിക്ക് പറ്റിയിട്ടില്ല, ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ആ ഇരുന്നിറഞ്ഞ മുറിയിൽ ഒരു സത്യം തിരിച്ചറിഞ്ഞു. അന്ന് വരെ ഞാൻ അനുഭവിക്കാത്ത, അന്ന് വരെ ഞാൻ അറിയാത്ത ആ യേശുവിന്റെ സ്നേഹം ആ ഇരുന്നിറഞ്ഞ മുറിയിൽ എല്ലാവരും കൈവിട്ട സ്ഥലത്ത് എനിക്ക് വേണ്ടി ഇറങ്ങി വരുവാണേ തീർന്നു. ഞാൻ എൻ്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഞാൻ ട്രിവാൻഡ്രത്ത് ഏകദേശം 15 വർഷത്തിലധികമായി താമസിക്കുന്നു. ആർക്കും അറിയത്തില്ല, ട്രിവാൻഡ്രത്തോട് ആർക്കും അറിയത്തില്ല ഞാൻ ട്രിവാൻഡ്രത്തിലാണെന്ന് പോലും. 15 വർഷമായി ട്രിവാൻഡ്രത്തുണ്ട്, കഴക്കൂട്ട എന്ന സ്ഥലത്ത്. ഞാൻ ആ കോഴ്സ് പഠിക്കാൻ വേണ്ടി ട്രിവാൻഡ്രം മണ്ണിൽ ചെയ്യാത്ത ജോലിയൊന്നുമില്ല. ഞാൻ ഹോട്ടൽ പണി, ടാർ പണിക്ക്, പോസ്റ്റ് ഒട്ടിക്കാൻ, എൻ്റെ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി ഒത്തിരി ഞാൻ കഷ്ടപ്പെട്ടു. പക്ഷെ അതെല്ലാം താൽക്കാലികമായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ബുദ്ധിക്ക് വേണ്ടി, നമ്മുടെ സ്വയം പ്രാർത്ഥിക്ക് വേണ്ടി നമ്മൾ ഓടുവാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അന്ത്യം വെറും ശൂന്യത മാത്രമായിരിക്കാം. ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങളുടെ ഇഷ്ടങ്ങളെ കർത്താവിലേക്ക് സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാളും നിങ്ങൾ നനയ്ക്കുന്നതിനേക്കാളും അത്യന്തം പരമായി നടത്തുവാൻ കരുത്തുള്ളൊരു യേശു ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറയാം. അതുകൊണ്ട് ഈ ശബ്ദ സീമയ്ക്കൂടെ എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്റെ സ്നേഹിതരെ, ലോകത്തിലെ ഒരു സ്നേഹത്തിനും നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. ഒരു മദ്യപാനത്തിനും മയക്കുമരുന്നിനും നിങ്ങൾക്ക് സമാധാനം നൽകുവാൻ കഴിയത്തില്ല. ഇതെല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാ പറയുന്നത്. ഇതെല്ലാം മരണത്തിലേക്കും നാശത്തിലേക്കും കൊണ്ടെത്തിക്കുമ്പോൾ ഒരു സത്യം ഞാൻ പറയാം, നിങ്ങളെ രക്ഷിക്കുവാൻ കരുത്തുള്ള, നിങ്ങളെ സഹായിക്കുവാൻ കരുത്തുള്ള ഉലകത്തിൽ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഉയർത്തപ്പെടുന്ന യേശുവെന്ന് തിരിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എന്റെ ലൈഫിൽ എന്നെ മാറ്റിമറിച്ച യേശുവിന്റെ സ്നേഹം. എനിക്ക് എന്റെ ക്ലാസ്സിൽ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ അറിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ല, എനിക്ക് നന്നായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എഴുന്നേറ്റ് സംസാരിക്കാൻ പോലും അറിയത്തില്ല. പക്ഷേ ഈ ലോക്ക്ഡൌണിന് ശേഷം 34 ഫ്ലൈറ്റ് യാത്രകൾ ചെയ്യുവാൻ, പല രാജ്യങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി പാടാൻ കർത്താവ് ഭാഗ്യം ഒരുക്കി. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ കൂടെ സാംസണോ ഉണ്ട്, എൻ്റെ കൂടെ ഗ്ലാഡ്സണോ ഉണ്ട്. ഇവർ രണ്ടുപേരും 8 വർഷത്തിലേറെയായിട്ട് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഒരു ബാൻഡായിട്ട് വർക്ക് ചെയ്യുകയാണ്. പ്രിയ സാംസൺ ഇന്ന് പൗരുഷൻ ടിവിയിലൂടെ അദ്ദേഹം സുപരിചിതനാണ്. അദ്ദേഹത്തെ നിങ്ങൾ പൗരുഷൻ ഓണാക്കി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹമാണ് അവിടെ കീബോർഡ് വായിക്കുന്നത്. അതിലും ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞ രണ്ടുപേരും പാസ്റ്റർമാരും മക്കളുമാണ്. ഞങ്ങൾ ടീം തന്നെ ഒരു പാസ്റ്റർമാരും മക്കളായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവരെല്ലാം തകർന്നവരായിരുന്നു, തരിപ്പിടമായിട്ട്. ഇവർക്ക് ഒത്തിരി സാധ്യതകൾ ലോകത്തിലുണ്ട്, സകല സാധ്യതകളും ലോകത്തിലുണ്ട്. പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെച്ച് യേശുവിന് വേണ്ടി പാടുവാൻ അവരുടെ ലൈഫിനെ മാറ്റിവെച്ചു. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നവരെ, നിങ്ങൾക്ക് യേശുവിനേക്ക് ഒന്നും കൂടെ അടുത്തു വരാൻ കഴിയുമോ? അവൻ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും നിങ്ങളെ നടത്തുവാൻ അവൻ സർവശക്തനാണ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. യേശുവിനോട് പറഞ്ഞ, കർത്താവേ, സുഖമുള്ളപ്പോൾ, കണ്ണുനീരുള്ളപ്പോൾ ഒരു പ്രത്യേക ക്ലൈമറ്റിൽ ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട. എല്ലാ ടൈമിലും, എവറി ടൈം ഞങ്ങൾക്ക് ആ യേശുവിന് വേണം. യേശുവെ, അങ്ങില്ലാതെ ഞങ്ങൾക്ക് ഈ യാത്ര വേണ്ട.